നമ്മളുടെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരനായ ഡെന്നീസ് ജോസഫ് പറയുന്ന ഒരു കഥയും കൂടി അതിന്റെ പിന്നിലുണ്ട്. അദ്ദേഹം നായകനൊക്കെ എഴുതി ഹിറ്റാക്കി പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഡെന്നീസ് ജോസഫിനെ സുഹാസിനി വിളിക്കുകയാണ്. അന്ന് സുഹാസിനി മണിരത്നത്തിനെ കല്യാണം കഴിച്ചിട്ടില്ല. അവർ ഫ്രണ്ട്സാണ്. ഡെന്നീസ് ജോസഫിന്റെ ഫ്രണ്ടാണ് സുഹാസിനി. അപ്പോൾ സുഹാസിനി മാം ഡെന്നീസ് ജോസഫ് സാറിനെ വിളിക്കുന്നു. വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളെ മണിരത്നത്തിന് ഒന്ന് കാണണമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഫ്രീ ആവുക, അപ്പോൾ നമുക്ക് സംസാരിക്കാം, അങ്ങനെ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം അവർ തമ്മിൽ കാണുന്ന സമയത്ത് മണിരത്നം അത് പറയുന്നുണ്ട്. ഡെന്നീസ് ജോസഫ് സാർ പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. അദ്ദേഹം പറയുന്നുണ്ട് എന്നോട്, ഞാൻ ഷോലേക്ക് ശേഷം ഏറ്റവും മികച്ച തിരക്കഥയായിട്ട് കണക്കാക്കുന്നത് ന്യൂഡൽഹിയാണ്. അപ്പോൾ ന്യൂഡൽഹിയുടെ സ്ക്രിപ്റ്റ് റൈറ്ററെ എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ അഞ്ജലി എന്ന് പറയുന്ന സിനിമയ്ക്ക് നിങ്ങൾ തിരക്കഥ എഴുതുമോ എന്ന് മണിരത്നം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡെന്നീസ് ജോസഫിന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര പേടിയാണ് തോന്നിയത്. അതായത് അഞ്ജലിയുടെ കഥ അദ്ദേഹം എഴുതുക എന്നുള്ളതിനുപരി നായകൻ എന്ന് പറയുന്ന ഏറ്റവും നല്ല സ്ക്രിപ്റ്റിൻ്റെ ഒരു ഉടമയാണ് നമ്മളോട് ഇത് എഴുതാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞത് ശരിയായിരിക്കാം. നിങ്ങൾക്ക് ഷോയിലേക്ക് ശേഷം ഏറ്റവും നല്ല സ്ക്രിപ്റ്റായിട്ട് തോന്നിയത് ന്യൂഡൽഹി ആയിരിക്കാം. പക്ഷേ എനിക്ക് ഷോയിലേക്ക് ശേഷം ഏറ്റവും നല്ല സ്ക്രിപ്റ്റായിട്ട് തോന്നിയത് നായകനാണ്. അപ്പോൾ നിങ്ങൾ നായകനും മൗനരാഗവും ഒക്കെ എടുത്ത് ഹിറ്റാക്കിയ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് എഴുതി തരാൻ പറയുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ്.